ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പൂക്കോട് തടാകത്തിന് സമീപമാണ്. കാടിനുള്ളിലാണ് ഈ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ആയിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ ഗാർഡായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങളിങ്ങ് പോകുന്നതാണ്. അദ്ദേഹം ഡ്യൂട്ടിയിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടെങ്കിലും ഒരുപാട് സമയം സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കാടിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി, മുമ്പോട്ട് പോവാം. ഇവിടെയൊക്കെ ഒരു ഊഞ്ഞാല് കെട്ടിയിടണം, അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും. കുറച്ച് ഊഞ്ഞാൽ ഇവിടെ കെട്ടിയിട്ടാൽ, പക്ഷേ അതൊന്നും വനം വകുപ്പ് അനുവദനീയമല്ലായിരിക്കും. അതുകൊണ്ടാണ്. നിങ്ങൾ CCTV ക്യാമറയിലാണ്, അതുകൊണ്ട് നമുക്ക് പോകാം കേട്ടോ. CCTV സർവൈവൽ എവിടുന്നാ ഓടിയിട്ടല്ലേ കളിക്കുന്നത്? ഇതുണ്ട്, ഈറ്റക്കാടുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ ചീവീടിൻ്റെ ഭയങ്കര സൗണ്ടാണ്, നമുക്ക് കേൾക്കാം. ഓടിക്കോ, ഞങ്ങൾ മാറി നിന്നേക്കാം. ഓടിക്കോ, ഞങ്ങൾ മാറി, നിങ്ങൾ ഓടിക്കോ. അല്ലല്ല, അങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഞാനും കുഞ്ഞിയും. ഈറ്റക്കാടുകളാണ്. കാടിൻ്റെ ഉള്ളിൽ വേരുകൾ നിറയെ ഉള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. വാക്വേയുടെ സൈഡിൽ വേര് കൊണ്ടുള്ള ഒരു ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ഇതിൽ കയറിയിരുന്ന് ആടുന്ന കാണാം. അപ്പം മുളയൊക്കെ ഈറ്റയൊക്കെ താഴെ നിൽക്കുന്നത് കാണാം. അപ്പം നമ്മൾ നടന്ന് മുമ്പോട്ട് പോവുകയാണ്. മഴക്കാടുകളാണ് ഇതെല്ലാം. കണ്ടോ, കുത്തനെയുള്ള മലയാണ്. മലയുടെ അടിവാരത്താണ് ഈ ലേക്ക് ഉള്ളത്. ഈ മലയിൽ നിന്നൊക്കെ നല്ല വെള്ളത്തിൻ്റെ ഉറവയുള്ളതുകൊണ്ടാണ് ഈ ലേക്ക് ഇങ്ങനെ നിൽക്കുന്നത്. 4 ചുറ്റും മലകളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ചതുപ്പ് നിലം കാണുക. അത് ബ്രിട്ടീഷുകാർ അതിനെ ഒരു ലേക്കാക്കി മാറ്റിയതാവാം. അതല്ലെങ്കിൽ ഇത് പണ്ട് തന്നെ ലേക്കായിട്ടുള്ള ഏരിയ ആയിരിക്കണം. ആണെന്ന് തോന്നുന്നില്ല, കാരണം ഇവിടെയുള്ള ഈ മണ്ണ്, ഈ വാക്വേയിലെ മണ്ണ് അവിടെ നിന്ന് കോരിയിട്ടാന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇതിലേക്ക് താഴോട്ട് ആൾക്കാർ ഇറങ്ങിപ്പോകുന്ന കേട്ടോ. ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. ഇതിൽ ചെറിയ ചെറിയ വഴികളുണ്ട് താഴോട്ട്. അത് ഈ പുതുമോടി ആളുകൾ പോയി ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ എക്സിറ്റിലോട്ട് തിരിച്ചെത്തുകയാണ്. കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ എക്സിറ്റ് എത്താം. ഇപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് എത്തി. അതുകൊണ്ട്
ഞങ്ങൾ എക്സിറ്റിലോട്ട് എത്തുകയാണ്. സൈക്കിള് വെളിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം എല്ലാവരും പൊക്കിക്കൊണ്ട് പോകുമെന്നറിയില്ല. ഏതായാലും നമ്മൾ ബോട്ടിംഗ് ലാൻഡിലോട്ട് പോവുകയാണ്. ബോട്ടിങ്ങിന് കുഞ്ഞിനെ കയറ്റിയല്ല, അല്ലെങ്കിൽ പോയേന്. അപ്പോൾ അവിടെ കോഴിക്കോട് കോളേജിൽ നിന്നൊക്കെ വന്ന പിള്ളേരാണ് ഫ്രണ്ടിൽ പോകുന്നത്. അവർ അർമാദിച്ച് നടക്കുകയാണ്. അവരുടെ പ്രായം. ഇതുകൊണ്ട് ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ്. ആ ദേവീക്ഷേത്രം കാണാം. ഇവിടെ ആ ദേവീക്ഷേത്രമാണ്. അപ്പോൾ പൂക്കോട്ടമ്മ ദേവീക്ഷേത്രം, തടാകക്കര തളിപ്പുഴ, അതിൻ്റെ ഒരു ഭണ്ഡാരമൊക്കെയാണ് ഇവിടെ കാണുന്നത്. അവിടെ ഒരു ഫിഷ് സ്പാ ഉണ്ട്. UV ട്രീറ്റഡ് വാട്ടറൊക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, നായ്ക്കളുടെ കൂട്ടം പാഞ്ഞ് നടക്കുന്ന കണ്ടോ. അവിടെ ചെന്നിട്ട് തിരിഞ്ഞു നിന്നു കണ്ടല്ലോ. നമ്മളപ്പോൾ പുറത്തോട്ട് പോവാണ്. കയാക്കിങ്. ഇതൊരു ബേഡ് സ്റ്റേഷനാണ് വയനാട്ടിലെ. ഇതൊരു ഓസ്ട്രിച്ചാണ് നിൽക്കുന്നത്. അവനെ കണ്ടിട്ട് ഇവനാണ് എല്ലാവരും വെൽക്കം ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പതിയെ ഉള്ളിലോട്ട് പോവുകയാണ്. ഒരു ബേഡ്സിൻ്റെ ഒരു ചെറിയ ഒരു ഏവിയർ, അതാണ് ഇവിടുത്തെ പരിപാടി. പിന്നെ ഫിഷുണ്ട്. നമ്മൾ കാർപ്പിൻ്റെ ലോകം കണ്ടതാണ്. ഇതിൻ്റെ അകത്തൊരു എല്ലാവരും തീറ്റയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ. കാർപ്പാണ് കേട്ടോ. ജാപ്പനീസ് കോഴിക്കാർപ്പാണ്. ജാപ്പനീസ് കോഴി ഇല്ല, സാധാ കോഴിയേ ഉള്ളൂ. ജാപ്പനീസ് കോഴി കുറവാണ്. കബൂട്ടയാണ് കൂടുതൽ, ഗോൾഡൻ കബൂട്ട. ഗോൾഡൻ കളറിലുള്ള എല്ലാം കബൂട്ടയാണ്. മറ്റേ ജാപ്പനീസ് കോഴിയാണ്. അതിങ്ങളുടെ മുതുകിൽ അതിൻ്റെ ഒരു ഇത് കാണും, ഇതിൻ്റെ ഒരു ഡിസൈൻ കാണും. ഇതിനൊക്കെ അങ്ങനെയില്ല. പ്രിപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും മുകളിലോട്ട് പോവുകയാണ്. ജംഗിൾ ബുക്ക് ഇതെന്താണ് ഓഫീസൊക്കെയാണ്. ശരിയാണോ? അതെ. നമുക്ക് ബേഡ്സിനെ കാണാൻ പറ്റും. പൂക്കോട് ലേക്കിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ചെറിയ ഏരിയയാണ്. ആഭരണങ്ങൾ, വാച്ചുകൾ. ഇതുണ്ട്, ട്രീ ഹൗസ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാളിരിക്കുന്നുണ്ട്. കുനൂറിനെ ഫീൽ ചെയ്യാം. ഇതുണ്ടോ, ഫീഡ് ചെയ്യുന്നുണ്ടോ? അവർ കയ്യിൽ കയറി. വാടാ. അവിടെ ഒരുത്തൻ ഇരിപ്പുണ്ട്. അടുത്ത ആളും വന്നു, കൊത്തി ഓടിച്ചു. ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയതായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളോട് ഇണങ്ങുന്നത്. ഹാൻഡ് ഫീഡ് ചെയ്യുന്ന കുനൂറെല്ലാം ഇങ്ങനെയാണ്. ഇവിടെ വന്നപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അപ്പുറത്ത് കിടക്കുന്ന എല്ലാം പൈനാപ്പിൾ കുനൂറാണ്. ഇത് മറ്റ് വെറൈറ്റികളാണ്. ഗ്രീനുണ്ട്, ബ്ലൂ ഉണ്ട്. ബ്ലൂ ഇല്ല. ഫുൾ ഏവിയറേ അല്ല, ഒരു കൺജസ്റ്റഡ് ഏവിയറയാണ്. ഫുൾ ഏവിയറേ സെറ്റപ്പ് അല്ല. അവരൊക്കെ ഉറക്കത്തില്ല താഴെ ഇരിക്കുന്നവർ. ഇന്ന് കഴിഞ്ഞില്ലേ? ഇന്ന് കഴിഞ്ഞില്ലേ? ഇന്ന് കഴിഞ്ഞോ? ഈ സീഡ് മുഴുവൻ തീർത്തോ? എന്നാ വരുന്നു. തരാം നീ. ഇറങ്ങിക്കോ. ഇത് കഴിഞ്ഞടാ. കഴിഞ്ഞു. ഇതിനകത്ത് 2 എണ്ണോടെ ഉള്ളൂ.
പൈനാപ്പിൾ പിള്ളേരുടെ അടുത്തോട്ട് കയറുകയാണ്. അടിപൊളി. ഇതാണ് സീന് മക്കളെ. ഇതെന്താ പൈനാപ്പിൾ മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് തീർത്ത്. ഇതെന്താ പൈനാപ്പിൾ കുന്നൂർ ഇരിക്കുന്ന കണ്ടാ? ആ ആയിക്കോട്ടെ. വാ, ദേഹത്ത് കയറുന്നില്ലേ? ആരും ദേഹത്ത് കയറുന്നില്ലേ? നീ വാടാ, നീ വാ വാ വാ. എല്ലാവരും നമ്മുടെ അടുത്തുണ്ട്. എന്താ കൈ കാണിച്ചു കൊടുത്താൽ മതി, അവർ വന്ന് കൊത്തിയിട്ട് പോകും. വേണ്ട കയറിയിരിക്കുന്നു, ആശാൻ കയറിയിരിക്കുന്നത് കണ്ട. വാ വാ വാ, നീ വന്ന് നീയല്ലേ ഉള്ളത് ഈ മൂത്തത്, നീ വന്ന്. ആ ആക്കി വാ വാ. ആ ഇപ്പോൾ കുനൂറിൻ്റെ കളിയാണ് ഇവിടെ. പൈനാപ്പിൾസാണ് മൊത്തം. വാ 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 വാ, കയറിക്കോ. കയറുന്നില്ലേ? ഇതിനകത്ത് കിടന്ന് അലയ്ക്കുന്ന. വാ വാ. ആ ശരി. അവർ നോക്കുമ്പോഴത്തേക്കും അവരെ പറ്റിച്ചെന്ന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരും തിരിച്ചു പോവുകയാണ്. കോക്കും എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ചാടിയത്? ഇടി കൊക്കട്ടയില്ലേ, നീ എന്നെ ഇങ്ങോട്ട് ചാടിയത്? കുനൂറിൻ്റെ കൂട്ടിലോട്ട് ഒരു കോക്കു ചാടിയിട്ടുണ്ട്. കോക്കു വാ 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 വാ. ഇല്ല, എൻ്റെ കയ്യിലേ തീർന്നു. എൻ്റെ പുറകെ നടക്കണ്ട. ഇനി ഉള്ളത് കൊക്കട്ടയിലിൻ്റെ ഏരിയ ആണ്. വാ പിന്നെ വാ. ഇവർക്ക് പിന്നെ അത്ര പരിചയം പോരാ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വരും, അടുത്തൊക്കെ വരും. പക്ഷേ അവർ കയ്യിലൊന്നും കയറിയിരിക്കാൻ അവർ കൂട്ടാക്കിയല്ല. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. രണ്ടൊരു വൈറ്റ് ഒരുത്തിയിരിപ്പുണ്ട്. ബാ 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 ബാ. അപ്പോൾ അവരെല്ലാം മേളിലാണ്. ഇപ്പോൾ ഇവരാണ് പുറകെ നടക്കുന്നത്, തീറ്റയ്ക്ക് വേണ്ടിയാണ്. പാമ്പർ കിടക്കുന്നുണ്ടോ? നല്ല ഉറക്കത്തിലാണ്. വൈറ്റ് ഉണ്ടോ? വൈറ്റ് ഇത് ഒറ്റ ഓർമ്മയുള്ളൂ, ചെറുതേ ഉള്ളൂ. അപ്പത്തെ ഇവിടെ ഒരു മക്കാവ് ഇരിപ്പുണ്ട്, ബ്ലൂ മക്കാവ്. ആഫ്രിക്കയുടെ സ്വന്തം, ആഫ്രിക്കയുടെ അല്ല സോറി, ആമസോണിൻ്റെ സ്വന്തം ആളിത്. ഇവിടെ ഇരുന്ന് സീഡൊക്കെ തിന്നുവാണ്. എന്നാ നിനക്ക് മുന്തിരി ആപ്പിൾ ഒന്നും തന്നില്ലേ? ഈ സീഡ് കുറച്ച് തിന്നുന്നത് എന്താ? എടിയാണോ നീ മൊത്തം കടിച്ചു പറിച്ച് വെച്ചിരിക്കുന്നത്? അകത്ത് വേറെ ആളുണ്ടോ? മുട്ടയിട്ടിട്ടുണ്ടോ? ഇല്ല. ബ്ലൂ ആണ്, ബ്ലൂ കളർ. ഇവിടെ കുറച്ച് ഗിനിപ്പന്നി കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. മുയലായിരുന്നു, ഇപ്പോൾ പൊത്തും ഉണ്ടാക്കി ഇറങ്ങിപ്പോയാണ്. ഇനിയില്ലല്ലോ, ഇനിയുണ്ടോ? ആ അങ്ങ് മുകളിലോട്ടുണ്ടല്ലേ? ഓക്കെ. വാണ്ടം ഒക്കെ ഉണ്ടല്ലേ? വാണ്ടം കിടക്കുന്നു. സിൽവർ പെസറ്റ്, ഗോൾഡൻ പെസറ്റ്. എന്തിയേ ആണ്ടോ? ആ ആണ്ട് അവിടെ സിൽവർ നിൽക്കുന്നു, സിൽവർ പെസറ്റ് നിൽക്കുന്നുണ്ടോ? പെസറ്റ്, ഇത് ഗോൾഡൻ, ഇത് ബ്രഹ്മ, ഇത് ബ്രഹ്മയാണ്. ബ്രഹ്മ തന്നെയല്ലേ? എഴുതി വെച്ചിട്ടില്ല. എൻ്റെ ഇവിടെ അടുത്ത ആൾക്കാരുണ്ട്. ടർക്കി ചിക്കൻ, ഗുനിയ ചിക്കനാണ്. ബ്രഹ്മ ചിക്കനും ഗുനിയ ചിക്കന്. പിന്നെ തണ്ട വിൽക്കുന്നു നമ്മുടെ വിശേഷപ്പെട്ട സാധനം. ഇതാര്? കിനിക്കോഴിയേ, ഇവിടെ ഉണ്ടോ ആള്? അപ്പത്തെ നമ്മൾ നടന്ന് മുകളിലോട്ട് വന്നപ്പം ഇവിടെയാണ് മീനുകൾ. പലതരം അക്വേറിയങ്ങളാണ്. ഇതുണ്ടോ? അതേ കിടക്കുന്നു. കാട്ടി കിടപ്പുണ്ട് വൈറ്റ്
ഉണ്ടോ? അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഹാംസ്റ്ററിനെ കാണാനില്ല, ഇതിനകത്ത് കയറിയിരിക്കുക. ഇത് വൈറ്റ് റാറ്റാണ്, വെള്ളേലി. ഇവിടെ ആരാണുള്ളത്? ഷുഗർ ഗ്ലൈഡർ ഉണ്ട്, പക്ഷെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വലിയ പുള്ളിക്കാരിയുടെ മുട്ട. ജെർബിലാണ്ടിരിക്കുന്നു. ഉറക്കം തോന്നി എഴുതാക്കടാ. ഇത് ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ തേണ്ടിരിക്കുന്നു നമ്മുടെ ഇഗ്വാന കൂട്ടാ. എന്നാണ്ട് വിശേഷം? ഇഗ്വാന ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ഇഗ്വാനയും കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വേറൊരാളിരിപ്പുണ്ട്. ഇവരെല്ലാം ഉറക്കത്തിലാണ്, ഉറക്കം തൂങ്ങികളാണ് ഇവരെല്ലാം. ഇവിടെ കോഴിക്കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്, ബോട്ടം കോഴി. ഇത് നമ്മുടെ ചെറിയ കാടക്കോഴിയാണ്, ചെറിയ ടൈപ്പ് കാടക്കോഴി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു ഫസറ്റ് കിടപ്പുണ്ട്, സിൽവർ ഫസറ്റിൻ്റെ ഫീമെയിലാണ്. അതെന്തോ അസുഖം വന്ന് കിടക്കുന്ന പോലെ ഉണ്ട്. ഇവിടെയുണ്ട് കാലിഫോർണിയ ക്വൽറ്റ്. ഇതാണ് സംഭവം, കാണാൻ മനോഹരമാണ്. കാട്ടിലൊക്കെ കാണുന്ന കിളികളെപ്പോഴുണ്ട്. ഇതും ഫെസറ്റാണ്, ഗോൾഡൻ ഫെസറ്റ്. അത് മുട്ടയിട്ട് പൊട്ടിച്ച് കളഞ്ഞ് മുഴുവൻ തോണ്ടി താഴെ ഇട്ടിട്ടുണ്ട്. അതിരിക്കാനുള്ള ഇത് നമ്മുടെ കുമാരി ഡോ. ഇത് ഇന്ത്യൻ ബ്രീഡാണ് കേട്ടോ. ഇന്ത്യൻ ബ്രീഡിനെ സാധാരണ വളർത്താൻ അനുവദിക്കുന്നതല്ല. അതേ കിടക്കുന്ന ആഫ്രിക്കൻ ലവ് ബേർഡ് ഇഷ്ടം പോലെ ഉണ്ട്. വേണ്ട എല്ലാ കളറും ഉണ്ട്. പിന്നെയുള്ളത് ജാവാസ്പാരോയാണ്. ജാവാസ്പാരോ വൈറ്റ്, മെയില് ഫീമെയില്. ഇത് ഹായ്. ഇത് നമ്മൾ ലവ് ബേർഡ് എന്ന് പറഞ്ഞാൽ ബഗ്ഗി. രണ്ട് ഗോൾഡൻ ഫെസറ്റ് ഇരിക്കുന്നു. തെണ്ടിയിട്ടാണ് കൂടിയ സാധനം. കടിക്കൂടാ. വേണ്ട അവൻ്റെ വേറെ ആൾക്കാർ. ലോറി, ഇതും ലോറിയാണ്. റെഡ് ലോറിയാണ്. റെഡ് ലോറീനെ കണ്ടോ? റെഡ് ലോറിയാണ്, ഒറ്റയ്ക്ക് വളർന്ന ഒന്ന്. ഇത് ഗ്രീനാണ്. ഇന്തോനേഷ്യ ആണ് ഇവരുടെ സ്ഥലം. ഇവർ സെനഗൽ പാരറ്റാണ്. ഇത് സെനഗൽ പാരറ്റ് ആഫ്രിക്കൻ ബേഡാണ്. പിന്നെ ഇവിടെയുള്ളവരൊക്കെ അകത്താണെന്ന് തോന്നുന്നു, ഡയമണ്ടോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇവിടെ ഒരു കൊക്കട്ടയിൽ ഇരിപ്പുണ്ട്, ഓസ്ട്രേലിയനാണ്, ഇച്ചിരി ബിഗ് സൈസാണ്. പിന്നെ നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഡോസിനെയാണ്. ഇതുണ്ട്, പ്രാവുകളുടെ പാൻഡമാണ്. മുകിയൊക്കെയാണ് ഇരിക്കുന്നത്, പാൻഡോ മുകിയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി മേളിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് മിനിയേച്ചർ കൗ. ബ്രീഡ് നെയിം ക്രോസ് ബ്രീഡാകട്ടെ. എന്നടാ ഇത് കണ്ടോ? ബാ വന്നേ. പെണ്ണാട്ടിയാരിയാണ്, അല്ല ബീറ്റലിൻ്റെ ആടിനെ കണ്ടല്ലോ, അതുപോലെ തന്നെ തേണ്ട് നിൽക്കുന്നു നമ്മുടെ യമു. ഒരു കഴി തന്നാൽ തീരും. പിന്നെ പോണി നിൽക്കുന്നുണ്ടോ? പോണിയേ കടിക്കുമോ? പിന്നെ ഇവിടെ തീരെ വയ്യാത്തൊരു ചേട്ടൻ കിടപ്പുണ്ട് കണ്ടോ? ഹലോ ആശാനെ, എഴുന്നേറ്റ് ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? വാ ഇവിടെ വാ, കയറി വാ കയറ. പൊങ്ങാനൊന്നും വയ്യല്ലേ? ഇങ്ങനെ കിടന്നാൽ മതി നീ കേട്ടോ. നീ ഇങ്ങനെ കിടന്നാൽ മതി, കുത്തി ഇരുന്നോണ്ടാ മതി. ചൊറിഞ്ഞുതരാം. അയ്യോ ചൊറിഞ്ഞുതരാൻ വേണ്ടി വന്നിരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. നീ ചൊറിയാൻ വേണ്ടി വന്നിരുന്നതാണെന്ന് എനിക്കറിയാം. എന്താ ഇവനെ കണ്ട? ഇവനാണ് ആള്.
നല്ല സുന്ദര കൊടുക്ക കേട്ടോ. കണ്ട അവിടെ വേറൊരാൾ കയറി കിടപ്പുണ്ട് കേട്ടോ അകത്ത്. പോണി കണ്ട അവിടെ ഒരാൾ കയറി കിടപ്പുണ്ട്. ഇത് പോണിന്ന് വിളിച്ചപ്പോൾ നോക്കുന്നു. എടാ ചൊറിയാടാ. ഓ നിന്നെ ചൊറിയാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്. കഴുത്ത് അകത്ത് അവൻ്റെ കിടപ്പ് കണ്ട. ആ അവിടെ കിടന്നോ. ഇത് ഒട്ടകാശാൻ. എന്നാ കടിക്കല്ല്. ഇത് നമ്മുടെ ഒറിജിനൽ ആൾ. കത്തിവാരിയാണ്. കത്തിവാരി കുതിരയാണ്. പിന്നെ ഇവിടെ ഉള്ളത് കുറച്ച് ലാബിൻ്റെ ഒരു കനേഡിയൻ ലാബാണ്. ഇത് ഹസ്കിയുടെ റെഡാണ്, റെഡ് കളറാണ്. ഇത് ഓസ്ട്രേലിയക്കാരനാണ്. അവന് പേടിയാണ്. ഒരു പ്ലെയർ വീണപ്പോൾ അവൻ ഞെട്ടി. പിന്നെ എങ്ങനെ അവൻ ഫൈറ്റിന് കൂടും? ഹസ്കി കിടക്കുന്നുണ്ടോ? ഹസ്കി എന്നിട്ട് സ്റ്റഡി. പച്ചച്ചോറേ ഉള്ളോ നിനക്കൊക്കെ? ആ എന്നാ പച്ചച്ചോറേ ഉള്ളൂ നിനക്കൊക്കെ. ഏയ് കടിക്കല്, അടി വാങ്ങിക്കുന്നേ. ആ കുഞ്ഞിയുടെ സ്വഭാവം എൻ്റെ അടുത്ത് ഇട്ടില്ല. ചേണ്ട് കിടക്കുന്നു ലാബൻ. വീട്ടിൽ ഒരുത്തൻ കിടപ്പുണ്ട് ഇതുപോലെ. ഇത് കുറച്ച് താറാവ്, അത് മുഴുവൻ വിഗോവയാണ്. പിന്നെ ഉള്ളത് ഒരു ചാരയും ഒരു ചെമ്പല്ലിയും ഉണ്ട്. പിന്നെ വിഗോവയാണ്. പിന്നെ ഇവിടെ കുറേ മണിത്താറാവുണ്ട്. പിന്നെ വാക്ക് ബീസ്റ്റാനുണ്ട്. മക്കളെ ഇതുപോലെ കുറേ പേര് കുഴിക്കുന്ന കാണാം വീട്ടിൽ. ആയിക്കോട്ടെ ഓക്കെ. അപ്പത്തെ ഇവിടെ പേർഷ്യൻ ക്യാറ്റിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. മണലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പേർഷ്യൻസ് വേണ്ടി ഇവരും കുറച്ച് പേർഷ്യക്കാരാണ്. പിന്നെയുള്ളത് നമ്മുടെ മൊയിലെണ്ണ ആശാന്മാരാണ്. എല്ലാത്തിനും മെലിഞ്ചസാണ് കേട്ടോ. അസുഖം വന്ന് കിടക്കുന്ന പാവങ്ങൾ. മെലിഞ്ചസ് വന്ന് കിടക്കുക. എന്നാ ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. ആ എന്നാ അപ്പത്തെ കഴിഞ്ഞിട്ടുണ്ട് പരിപാടി എന്നാണ് തോന്നുന്നത്. താഴോട്ട് പോവാം. അപ്പോൾ ഇവിടത്തെ കുറച്ച് ഗിനിപ്പിഗ് കിടക്കുന്നുണ്ടോ? ഗിനിപ്പിഗ്സ് കണ്ടല്ലോ. ആശാന്മാർ ചോറാണ്, വെറും പച്ചച്ചോറാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് റെഡ് മൊയിൽ കിടപ്പുണ്ട്, റെഡ് റാബിറ്റ്. ാണ് ഇതിവിടെ സെയിൽ സെക്ഷനാണ്. സുവനീറുകൾ കാര്യങ്ങളെല്ലാം വിൽക്കുന്ന സ്ഥലങ്ങളാണ്. സ്വീറ്റ്സ് ഇവിടെ മെയിനായിട്ട് നമുക്ക് ക്യാൻഡീസാണ് കാണുന്നത്, ചോക്ലേറ്റ്സ്. പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ. അങ്ങനെ വയനാടിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങിക്കാൻ പറ്റും. ഹാൻഡ് മെയ്ഡ് ബാഗൊക്കെ കാണാം. ഇപ്പോൾ സുവനീർ ഷോപ്പ് കൂടെ കവർ ചെയ്തിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്.